ഹലോ എവ്രി വൺ, എല്ലാവർക്കും സുഖമാണെന്ന് ഞാനങ്ങ് കരുതുവാണേ. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് ബോർഡേഴ്സും വരച്ച് പിടിച്ചോണ്ടാണ് ഞാൻ വന്നേക്കണത്. ഇത് നമുക്ക് സെമിനാറിനോ അസൈൻമെന്റിനോ ഇനിയിപ്പോ പോട്ടെ ജേർണലിങ്ങിന് വേണമെങ്കിലും യൂസ് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും വരയ്ക്കാം. സിമ്പിൾ ആണ്, ഹംബിൾ ആണ്. വായോ. നമ്പർ 1, കയ്യിലുള്ള സാധാരണ ഒരു പേനയോ സ്കെച്ച് പെന്നോ എന്തെങ്കിലും എടുത്തിട്ട് 4 സൈഡിലും ലൈൻ വരയ്ക്കണം. ലൈൻ വരയ്ക്കുമ്പോൾ 4 സൈഡിലും സെന്ററിൽ കൂട്ടി മുട്ടിക്കരുത്, അവിടെ ചെറിയൊരു വര കൊടുക്കണം. ഈ സെന്ററിലുള്ള വരകളിൽ മൊത്തം ഹാർട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. കോർണറിലെ വരകളിൽ നമ്മൾ ലീഫാണ് വരയ്ക്കണേ. ലീഫ് വരയ്ക്കാനായിട്ട് ലൈനിൽ കൂടെ ഒരു യു ഇട്ടിട്ട് 2 സൈഡിൽ നിന്നും ഉള്ളിലേക്ക് കുനിപ്പിട്ട് കൊടുത്താൽ മതി. ഇഷ്ടമുള്ള കളറും കൂടെ കൊടുക്കുക, അത്രേ ഉള്ളൂ. നമ്പർ 2, ഇതിന്റെ ബോർഡർ നമ്മൾ വളബള എന്ന് വരയ്ക്കുകയാണ് ചെയ്യുന്നത്, സ്ട്രെയിറ്റ് ലൈൻ ഒന്നുമല്ല. വരയ്ക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് കോർണറിൽ മാത്രം ഇത്തിരി സ്പേസ് വിട്ടിട്ട് വേണം വരയ്ക്കാൻ, കാരണം അവിടെയാണ് നമ്മൾ നമ്മുടെ കുഞ്ഞൻ ഒക്ടോബസിനെ വരയ്ക്കാൻ പോണത്. പേരിൽ മാത്രമേ ഉള്ളൂ ഒക്ടോ, ആകെപ്പാടെ 4 കാലേ വരച്ചിട്ടുള്ളൂ. ഇനി ഒക്ടോബസിന് കളർ കൊടുക്കണം. പിന്നെ വളബളാന്ന് വരച്ചേക്കുന്ന ലൈനിൽ മുട്ടാണ്ട് അതിന്റെ സൈഡിൽ കൂടെ സെയിം കളർ വെച്ചിട്ട് ഒരു ലൈൻ അങ്ങ് വരച്ചു കൊടുക്കും. നമ്മുടെ ഒക്ടോബസ് വെള്ളത്തിലാന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു 4-5-6-8 കോമളയും കൂടെ വരച്ചു കൊടുത്ത് അതിന്റെ ഉള്ളിൽ കളറും കൂടെ കൊടുത്ത സംഗതി അടിപൊളിയായി. നമ്പർ 3, ഇതിന്റെ ലെഫ്റ്റ് സൈഡ് ഒഴികെ ബാക്കി 3 ഭാഗത്തും ലൈൻ ഇട്ട് കൊടുക്കണം. താഴെയുള്ള ലൈനിന് നീട്ട് ഇത്തിരി കുറഞ്ഞിരുന്നോട്ടെ, ഒരു കുഞ്ഞു മീനിനെ കൊള്ളാൻ പാകത്തിനുള്ള കുറവ് മതി. മീൻ വെള്ളത്തിന്റെ അടിയിൽ കിടന്നിട്ട് മുകളിലേക്ക് കൊമ്മള വിടുന്ന സീനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എന്റെ മീൻ വായ കൊണ്ട് ഏതാണ്ട് കോപ്രായം കാണിക്കുന്ന പോലെയാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത്. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. മീൻ താഴേന്ന് വിടുന്ന കോമള വളച്ച് പൊളച്ച് വേണം നമ്മൾ വരയ്ക്കാനായിട്ട്. ഇനി മീനും കൊമളയ്ക്കും കളറും കൂടെ കൊടുത്ത സംഗതി ഉഷാർ. നമ്പർ 4, ഇത് നമ്മുടെ സ്വന്തം ഐറ്റം ബോഹോ ബോർഡർ. ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന കളേഴ്സ് ഒക്കെ ഡിഫറെന്റ് ആണ്. നിങ്ങൾ എടുക്കുമ്പോൾ ഒരു കളർ തന്നെ 2-3 പ്രാവശ്യം ഒക്കെ റിപ്പീറ്റ് ചെയ്ത ഒരു കുഴപ്പമില്ല. കണ്ണടച്ച് പിടിച്ചിട്ട് മനസ്സിൽ തോന്നുന്ന മലകളുടെ രൂപമൊക്കെ അങ്ങ് വരച്ചു വെക്കുക, എന്നിട്ട് അതിന്റെ ഉള്ളിൽ കളർ ഫില്ല് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ ഇതിന്റെ ഗുട്ടൻസ്. കളർ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ബ്ലാക്ക് കളർ സ്കെച്ച് എടുത്തിട്ട് വരച്ചേക്കണ ഷേപ്പ് അല്ലാണ്ട് അതിന്റെ മോളിൽ കൂടെയൊക്കെ കുറച്ച് വെള്ള കാണുന്ന പോലെ വരച്ചു കൊടുക്കുക. ഇനിയിപ്പോ തിരിച്ചു പിടിച്ചാലാണ് ഭംഗി കൂടുതലെന്ന് തോന്നുവാണെങ്കിൽ തിരിച്ചു പിടിച്ചു വേണേലും നോക്കാം. നമ്പർ 5, ഇതിലും നമ്മൾ 3 സൈഡിലാണ് ലൈൻ വരച്ചു കൊടുക്കുന്നത്. വരയ്ക്കുമ്പോൾ പേപ്പറിന്റെ എഡ്ജിൽ നിന്ന് സാധാരണ വിടുന്ന ഗ്യാപ്പിനേക്കാൾ ഇച്ചിരി കൂടുതൽ ഗ്യാപ്പ് എടുക്കുക. എന്നിട്ട് വരച്ച ലൈനിന്റെ പുറത്തൂടെ ഒരു ലൈനും കൂടെ വേറെ ഏതെങ്കിലും സ്കെച്ച് വെച്ചിട്ട് കൊടുക്കുക. ഇനി വരയ്ക്കാതെ വിട്ട ലെഫ്റ്റ് കോർണറിൽ 2 ഡോട്ടഡ് ലൈൻസ് വരയ്ക്കണം. വരയ്ക്കുമ്പോൾ ആ ഡോട്ടഡ് ലൈൻസിന്റെ ഇടയിൽ കൂടെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം വരയ്ക്കാൻ. ഗ്യാപ്പ് വിട്ട സ്ഥലത്തു കൂടെ ചെറുതും വലുതുമായ കുറച്ച് മഴത്തുള്ളികളാണ് നമ്മൾ വരയ്ക്കാൻ പോണത്. മഴത്തുള്ളികൾ അത്രയ്ക്ക് പെർഫെക്റ്റ് ഒന്നും ആയില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. 2 മഴത്തുള്ളികളുടെ ഇടയിൽ കൂടെ ഓരോരോ ബ്ലാക്ക് ഡോട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനെല്ലാം സെയിം കളർ കൊടുക്കണം എന്നുള്ളവർ സെയിം കളർ കൊടുക്കുക, ഇച്ചിരി കളർഫുൾ ആയിട്ട് ഇരുന്നോട്ടെ എന്നുള്ളവർ വേറെ കളർ എടുത്ത് കൊടുക്കുക. എങ്ങനെയാണേലും അടിപൊളിയാ. നമ്പർ 6, നല്ല സിമ്പിളിന്റെ ആൾക്കാർക്കുള്ള ബോർഡർ ആട്ടോ ഇത്. ഇതിലെ റൈറ്റ് ടോപ്പ് കോർണറും ലെഫ്റ്റ് ബോട്ടം കോർണറും കൂട്ടിമുട്ടിക്കാണ്ട് ലൈൻ വരയ്ക്കാം. ഇനി ഈ വരച്ച ലൈനിൽ കൂടെ ഒക്കെ ബ്ലാക്ക് ഡോട്ട് ഒരു ഇച്ചിരി ഡിസ്റ്റൻസ് വിട്ടിട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ 2 കോർണർ വിട്ട് വെച്ചേക്കുമല്ലേ, അവിടെ നമ്മൾ എന്നാ ചെയ്യുന്നത്, അവിടെ 2 സൈഡിലും നമ്മൾ 3 പൂക്കൾ വീതം വരയ്ക്കാൻ പോവുകയാണ്. ഇത് വരയ്ക്കാനും വളരെ സിമ്പിൾ ആണ്. റാ വരയ്ക്കുക, റായുടെ 2 അറ്റങ്ങൾ ഉള്ളിലേക്ക് കുനിപ്പിട്ട് കൊടുക്കുക, എന്നിട്ട് സെന്ററിൽ ഒരു പൂവിന്റെ മുട്ട് പോലെ വരയ്ക്കുക. ഏകദേശം ഒരു 3 എതളുള്ള താമരപ്പൂ പോലെ ഇരിക്കും. ഈ പൂക്കൾക്ക് ഇഷ്ടമുള്ള കളറങ്ങ് കൊടുക്കുക. എന്റെ പച്ചത്താമര എങ്ങനെയുണ്ട്, കൊള്ളാലേ. നമ്പർ 7, ഇതും നല്ല അടിപൊളിയാണ്, പക്ഷെ സിമ്പിളും ആണ്. ഇതിന്റെ എല്ലാ സൈഡിലും നമ്മൾ ലൈൻ ഇടണം, പക്ഷേ ലെഫ്റ്റ് സൈഡിൽ താഴത്തെ ലൈനിൽ മുട്ടിക്കരുത്, റൈറ്റ് സൈഡിൽ മേലത്തെ ലൈനിൽ മുട്ടിക്കരുത്. ആ മുട്ടിക്കാതെ വിട്ട ലൈൻ നമ്മൾ കൈ കൊണ്ടാണ് വരയ്ക്കുന്നത്. അത് സ്ട്രെയിറ്റ് ആവണമെന്നില്ല, ഒരു ഇച്ചിരി വളഞ്ഞിരിക്കുന്നതാണ് അതിന്റെ ഭംഗി. എന്നിട്ട് ഈ ലൈനിലേക്ക് കുറച്ച് ലീഫ് വരച്ചു കൊടുക്കുക. ഇനി അറ്റത്തായിട്ട് ഒരു പൂ വരച്ചു കൊടുക്കുക. അത് ഏകദേശം നമ്മൾ നേരത്തെ വരച്ച താമരപ്പൂ പോലെ ഇരിക്കും. ഇനി 3-4 ഡിഫറെന്റ് കളർ സ്കെച്ച് എടുക്കുക. എന്നിട്ട് ഈ വരച്ചതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും സെന്ററിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വട്ടം വരച്ചു കൊടുക്കുക. ചേലായില്ലേ. നമ്പർ 8, ഇതിലും നമ്മൾ 4 സൈഡും വരച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷേ കോർണറുകൾ തമ്മിൽ കൂട്ടിമുട്ടാൻ പാടില്ല. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 കോർണറിൽ നമ്മളിങ്ങനെ വളച്ച് പുളച്ച് ഒരു സാധനം വരച്ചു കൊടുക്കുന്നുണ്ട്. വരയ്ക്കാൻ പാടൊന്നുമില്ല കേട്ടോ. മറ്റേ 2 കോർണറുകളിൽ ഇങ്ങനെ ചെറിയ വട്ടം, അതിനെക്കാളും വലിയ വട്ടം, അതിനെക്കാളും വലിയ വട്ടം, അങ്ങനെ 3 വട്ടം 2 സൈഡിലും വരച്ചു കൊടുക്കാം. എന്നിട്ട് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ സ്ട്രൈപ്സ് കൊടുക്കുക. ഇനി ഇങ്ങനെ പ്ലെയിൻ ആയി കിടക്കുന്ന ഈ ലൈനെ നമുക്ക് വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗിയില്ലാത്തത് കൊണ്ട് ആ ലൈനിൽ കൂടെ എല്ലാം ബ്ലാക്ക് ഡോട്ട്സ് അങ്ങ് വരച്ചു കൊടുക്കുക. വെറുതെ കുഞ്ഞു വട്ടം വരച്ചു കൊടുത്താലും മതി കേട്ടോ. ഉള്ളിൽ സ്ട്രൈപ്സ് കൊടുത്ത സർക്കിളിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള കളർ എടുത്ത് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി ബോർഡർ റെഡി. നമ്പർ 9, ഇതിലും നമ്മൾ 4 സൈഡിലും ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷേ ടോപ്പ് ലെഫ്റ്റ് കോർണറും ബോട്ടം റൈറ്റ് കോർണറും നമ്മൾ ഇച്ചിരി സ്പേസ് വിട്ടിട്ട് വേണം വരയ്ക്കാൻ. ഈ വരച്ച ലൈനിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഡോട്ടഡ് ലൈൻസ് വരച്ചു കൊടുക്കാം. ഇനി ആ ഗ്യാപ്പ് വിട്ട കോർണറുകളിൽ കുറച്ച് കുഞ്ഞു സർക്കിൾസും പിന്നെ ഒരു കുഞ്ഞു സർക്കിൾ സെന്ററിൽ വരച്ചിട്ട് കുഞ്ഞു റാറാ കുനുകുനെ വരച്ചിട്ട് നമ്മളൊരു പൂ വരയ്ക്കില്ലേ, അതും കൂടെ വരച്ചു കൊടുക്കാം. ഇത് വരച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഫൈനൽ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നമ്പർ 10, ഇതിലെ ലെഫ്റ്റ് സൈഡിലൊഴികെ ബാക്കി 3 സൈഡിലും ലൈൻ ഇട്ട് കൊടുക്കുക. ഈ ലെഫ്റ്റ് സൈഡിൽ മാത്രം ഇങ്ങനെ വളബൊള ലൈൻ വരയ്ക്കാം. എന്നിട്ട് ഈ വളബൊള ലൈനിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് തോന്നുന്ന സ്ഥലങ്ങളിലൊക്കെ കുഞ്ഞു ട്രയാങ്കിൾ അങ്ങ് വരച്ചു കൊടുക്കാം.
എന്നിട്ട് സെയിം കളർ വേണമെന്നുള്ളവർ സെയിം കളർ കൊടുക്കുക, ഡിഫറെൻറ്റ് കളറായിട്ട് വേണമെന്നുള്ളവർ ഡിഫറെൻറ്റ് കളറും കൂടെ കൊടുത്തെടുത്താൽ അടിപൊളിയായി. സിമ്പിൾ ഇത്തിരി കൂടിപ്പോയോ എന്നുള്ള ഡൗട്ടിൽ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ലൈനും കൂടെ വരച്ചു കൊടുത്തു. നമ്പർ 11 ഇതാണ് മിൽമ ബോർഡർ. പേടിക്കേണ്ട, ഞാൻ കൊടുത്ത പേരാ. നല്ല സിമ്പിളാട്ടോ. ചെറിയ യു വലിയ യു, ചെറിയ യു വലിയ യു അങ്ങനെ വരയ്ക്കാം. പിന്നെ താഴെ വരയ്ക്കുമ്പോൾ ചെറിയറ വലിയറ, ചെറിയറ വലിയറ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കളർ കൊടുക്കുക. എണ്ണം താഴെയാണെങ്കിലും രണ്ടും മേലേന്ന് പൊഴിയുന്ന കണക്കിന് ഡ്രോപ്സിന്റെ ഡിസൈൻ മേലേന്ന് രണ്ട് സൈഡിലും വരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിൽമ ബോർഡർ അങ്ങനെ കയ്യിൽ റെഡിയായി കിട്ടും. നമ്പർ 12 ഇതിന്റെ സൈഡ് വരയ്ക്കുമ്പോഴും റൈറ്റ് ടോപ്പ് കോർണറും ലെഫ്റ്റ് ബോട്ടം കോർണറും ഇത്തിരി സ്ഥലം വിട്ടിട്ട് വേണം വരയ്ക്കാൻ. ഏകദേശം ഒരു പകുതിക്ക് വരെ വരച്ചാൽ മതി. ഞാൻ വിട്ട സ്ഥലം ഇത്തിരി കുറഞ്ഞു പോയി. ഈ ഡിസൈൻ ഇത്തിരി നീളത്തിൽ നിന്നാലാണ് ഒരു ഇത്തിരിയും കൂടെ ഭംഗി കിട്ടത്തുള്ളൂ. ഈ കോർണറിൽ സ്പേസ് വിട്ട സ്ഥലത്ത് ഒരു ഇച്ചിരി വളവൊക്കെ വരുന്ന രീതിയിൽ ലൈൻ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു ഇലയും കുഞ്ഞു പൂവും വരയ്ക്കുക. നമ്മൾ നേരത്തെ വരച്ച കൂട്ട് തന്നെ ഇട്ടിട്ട് ഉള്ളിലേക്ക് കുനുപ്പ് കൊടുക്കുന്ന ഐറ്റം തന്നെ. എൻ്റെ ഈ ഭംഗിയും ഈ കുനൂന ഇരിപ്പും ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ വരച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എത്ര സിമ്പിൾ ആണ്. നമ്പർ 13 ഇതിന്റെ ലെഫ്റ്റ് സൈഡ് ഒഴികെ ബാക്കി 3 സൈഡും നമ്മൾ സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കുക. എന്നിട്ട് റൈറ്റ് സൈഡ് ഇങ്ങനെ ചെറിയ വളവ് വരുന്ന രീതിയിൽ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഈ ലൈനിൽ കൂടെ കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ് വരുന്നത് പോലെ കുഞ്ഞു ലൈനായിട്ടും വലിയ ലൈനായിട്ടും ഡബിൾ ലൈനായിട്ടും സിംഗിൾ ലൈനായിട്ടും ഇങ്ങനെ വരച്ചു പോവുക. ഇതിന് പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല, നമ്മുടെ മനസ്സിൽ തോന്നുന്ന പോലെ അങ്ങ് വരയ്ക്കുക. ഈ കുഞ്ഞു ബ്രാഞ്ചിന്റെ എൻഡിൽ കൂടെ വലിയ റെഡും കുഞ്ഞു റെഡും ആയിട്ട് സർക്കിൾസ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. എന്താണെന്നറിയില്ല, ചെയ്തതിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ബോർഡർ ആട്ടോ ഇത്. നമ്പർ 14 ഇതിന് മാത്രം ഒരു പ്രത്യേകതരം ബോർഡർ ആട്ടോ. 2 സൈഡ് വരയ്ക്കുക, 3 സൈഡ് വരയ്ക്കുക അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. ഇടവിട്ട് സാധാ നമ്മൾ വരയ്ക്കണ പോലെ വരയ്ക്കുക. എന്നിട്ട് അതിന്റെ ഉള്ളിൽ ഗ്യാപ്പ് വരുന്ന സ്ഥലത്തൊക്കെ ഓരോ ലൈനും വരച്ചു കൊടുക്കുക. പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ നോക്കി മനസ്സിലാക്കിയാൽ മതി കേട്ടോ. പറഞ്ഞത് മനസ്സിലാകാനായിട്ടുള്ള ഒരു വഴിയും ഞാൻ കാണുന്നില്ല. ഈ വര കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ 2 കോർണറിലായിട്ട് 2 മഷ്റൂമാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. എൻ്റെ മഷ്റൂം അത്രയ്ക്കങ്ങ് ശരിയായില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ വരച്ച് വെച്ചേക്കുന്ന ഈ ലൈനിന്റെ സെന്ററിലും കോർണറിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് റെഡ് ഡോട്ട്സ് ഇട്ട് വെക്കാം. എന്നിട്ട് മഷ്റൂമിന്റെ ഉള്ളിലെ സംഗതികളെല്ലാം വരച്ചു കൊടുത്ത് മഷ്റൂമിനും കളർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മഷ്റൂം ബോർഡർ റെഡി. നമ്പർ 15 ഇത് പക്ക സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോർഡർ ആട്ടോ. പേപ്പറിന്റെ 4 സൈഡിലും വരച്ചു കൊടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ ഇതിൽ ചെയ്യാനായിട്ട്. വരച്ച ഒരു റായുടെ ഉള്ളിൽ നിന്ന് വേണം അടുത്ത റാ തുടങ്ങാനായിട്ട്. അത് കഴിഞ്ഞ് ഇടവിട്ട് വരുന്ന റായുടെ ഉള്ളിലായിട്ട് ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഏത് കളറാണോ വരയ്ക്കാനായിട്ട് യൂസ് ചെയ്തേ സെയിം കളർ കൊടുക്കുന്നതാണ് അതിന്റെ ഒരു ഭംഗി എന്നാണ് എനിക്ക് തോന്നണത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുത്തു നോക്കിയോട്ടോ. ഇതിൽ വെച്ച് ഏറ്റവും സിമ്പിൾ ബോർഡർ ഇതാണെന്നാണ് എനിക്ക് തോന്നണത്. നന്നായിട്ടില്ലേ? നമ്പർ 16 ഇതും സിമ്പിൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണേ. ഇതിലും റൈറ്റ് ടോപ്പ് കോർണറും ലെഫ്റ്റ് ബോട്ടം കോർണറും വിട്ടിട്ട് വേണം ലൈൻ വരച്ചു കൊടുക്കാൻ. ഇനി ഈ 2 കോർണറിന്റെയും ലൈൻ എൻഡിൽ നമ്മൾ സ്റ്റാർ വരച്ചു കൊടുക്കണം. എന്നിട്ട് ഡോട്ടഡ് ലൈൻ ഇട്ട് ഈ ലൈൻസിനെ കംപ്ലീറ്റ് ചെയ്യാം. കോർണറിന്റെ എഡ്ജിലായിട്ട് 2 ബ്ലാക്ക് ഡോട്ടും കൂടി ഇട്ട് കൊടുത്ത് ഈ സ്റ്റാർ ഒന്ന് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോർഡർ റെഡിയായി. ഇത്ര സിമ്പിളാലേ ചെയ്യാൻ. പക്ഷെ സിമ്പിൾ ആയതുകൊണ്ട് ഭംഗിക്ക് എന്തെങ്കിലും കുറവുണ്ടോ? അതൊട്ടില്ല താനും. അപ്പൊ ഇതൊക്കെയാണ് നുമ്മ പറഞ്ഞ ആ ബോർഡർ ഡിസൈൻസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് ചെയ്തതാണ്. ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അപ്പൊ ഇനിയും നല്ല അടിപൊളി ഐറ്റംസുമായിട്ട് ഞാൻ വരും. അതുവരെ ബൈ.